നാവ് കൊണ്ട് അതിവേഗം വളർന്ന് കേരളത്തിലെ യുവാക്കൾക്ക് ആവേശമായി മാറിയ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന 35-കാരൻ. മൂർച്ചയേറിയ നാവാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ആയുധം. ആ നാവ് കൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ വളർന്ന രാഹുൽ അതിവേഗമാണ് ഒരു വാൽ നക്ഷത്രം പോലെ കത്തിയെറിഞ്ഞടങ്ങിയത്. അതിന് കാരണമായത് സ്ത്രീകളോടുള്ള ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും. അത് ഒന്നോ രണ്ടോ അല്ല, രാഹുലിന് പോലും എണ്ണം നിശ്ചയമില്ലാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ വലവീശി പിടിച്ച് ലൈംഗികാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നു. ഇത്തരത്തിൽ രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതോടെ രാഹുൽ വീണത് വട്ടപൂജ്യത്തിലേക്കാണ്. പത്തനംതിട്ട അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാക്കത്ത് വീട്ടിലെ ഇളയ കുട്ടിയായാണ് രാഹുൽ ജനിച്ചത്. അച്ഛൻ എസ് രാജേന്ദ്രക്കുറുപ്പ് ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്നു. അമ്മ ബീന വീട്ടമ്മയും. മൂത്ത മകൾ രചനയ്ക്ക് ശേഷമാണ് രാഹുൽ ജനിച്ചതും അമ്മ ബീനയുടെ വാത്സല്യപുത്രനായി വളർന്നതും. പട്ടാളം വിട്ട് നാട്ടിലെത്തിയ അച്ഛൻ LICയിൽ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെയിരിക്കെ രാഹുലിന് 4 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. തുടർന്ന് അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടി. ശേഷം അമ്മയുടെ ചുവട് പറ്റിയായിരുന്നു രാഹുലിന്റെ വളർച്ച. അടൂരും പന്തളത്തുമെല്ലാമുള്ള സ്വകാര്യ സ്കൂളുകളിൽ പഠിച്ച രാഹുൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ നിന്നാണ് ഡിഗ്രി പൂർത്തിയാക്കിയത്. അച്ഛന്റെ വഴി പിന്തുടർന്ന് രാഷ്ട്രീയത്തിലെത്തിയിട്ട് 20 വർഷത്തോളമായെങ്കിലും സ്ഥാനമാനങ്ങളിൽ കയറിയിട്ട് 10 വർഷമാകുന്നതേയുള്ളൂ. ഇക്കാലത്തിനിടയിൽ ഈ 35-കാരൻ അനേകം ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളിയാവുകയും സ്വന്തമായി ബിസിനസ്സുകളും നടത്താൻ തുടങ്ങി. 1 വർഷം മുമ്പാണ് പഴയ വീട് പുതുക്കി 2.5 കോടിയുടെ പുത്തൻ വീടാക്കി മാറ്റിയതും അതിൽ താമസം തുടങ്ങിയതും. 5 ബെഡ്റൂമുകളടക്കം അതിഥി മുറികൾ കൂടി ഒരുക്കിയ ആഡംബര വീടായിരുന്നു അത്. പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന രാഹുൽ ബാത്റൂമിലും സ്പീക്കർ സെറ്റ് ചെയ്തിരുന്നു. ആഡംബര കാറുകൾ പാർക്ക് ചെയ്യാൻ വിശാലമായ പോർച്ചും വീടിനോട് ചേർന്നുണ്ട്. ഡിഗ്രി കാലയളവിലായിരുന്നു രാഹുൽ KSUവിലേക്ക് എത്തിയത്. തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സും നേടിയിരിക്കെയാണ് ചാനൽ ഷോകളിലൂടെ യൂത്ത് കോൺഗ്രസുകാരനായി തിളങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൈപിടിച്ച് കയറ്റപ്പെട്ടതാണ്. രാഹുൽ അംഗീകരിക്കില്ലെങ്കിലും ഇതാണ് സത്യം. അർഹതപ്പെട്ട നിരവധി പേർ ഉണ്ടായിട്ടും സ്ഥാനങ്ങൾ രാഹുലിനെ തേടിയെത്തിയത് ഷാഫി പറമ്പിലിന്റെയും VD സതീശന്റെയും എല്ലാം പിന്തുണയോടെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായതോടെ ഷാഫി പറമ്പിലുമായി ഏറെ അടുത്തു. അങ്ങനെ ഷാഫി തന്നെ രാഹുലിനെ വളർത്തി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് ഷാഫി നിർദ്ദേശിച്ചത് രാഹുലിന്റെ പേര്. തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിജയിച്ചെങ്കിലും പിന്നാലെ ആരോപണങ്ങളും ഉയർന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് അംഗങ്ങളെ ചേർത്താണ് വിജയമെന്ന ആരോപണം ചർച്ചയായി. ഇത് പോലീസ് കേസായി. രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവർ ഇതിൽ അറസ്റ്റിലുമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ പേരിൽ പോലീസ് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന നേതാവെന്ന പരിവേഷത്തിലേക്ക് എത്തിയത്. അറസ്റ്റും ജയിൽവാസവും കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തി. VD സതീശൻ ചേർത്ത് നിർത്തിയതോടെ കോൺഗ്രസിന്റെ അടുത്ത മുഖമായി മാറിയ മാങ്കൂട്ടത്തിൽ CPM നേതാക്കളെയെല്ലാം കടന്ന് ആക്രമിച്ചു. വടകരയിൽ മത്സരിക്കാൻ ഷാഫി പോയപ്പോൾ പാലക്കാട് രാഹുലിനെ പിൻഗാമിയാക്കണമെന്ന നിബന്ധന മാത്രമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. വലിയ പൊട്ടിത്തെറി ഉണ്ടായെങ്കിലും ഈ നിർദ്ദേശം പാർട്ടിക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഷാഫി തന്നെയാണ് രാഹുലിന് വേണ്ടി പാലക്കാട് മുഴുവൻ സമയം പ്രവർത്തിച്ചതും വിജയിപ്പിച്ചതും. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന് പാതിരാത്രി PV അൻവറിനെ കാണാൻ പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സതീശന്റെ ഗുഡ് ബുക്കിൽ നിന്നും രാഹുൽ പുറത്തായി. അതിനിടയിലും മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളെ അടക്കം അസഹിഷ്ണുതയോടെ വിമർശിച്ച രാഹുൽ വളർന്ന് പന്തലിക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും ചൂഷണങ്ങളും സംബന്ധിച്ച് പരാതികൾ ഉയർന്നത്. ആദ്യം കേസ് എവിടെ, പരാതി എവിടെ എന്നൊക്കെയായിരുന്നു പ്രതികരണം. ഇപ്പോഴും അതൊന്നുമില്ലെങ്കിലും പെണ്ണുപിടിയൻ MLA ഇനി നാറാൻ ബാക്കിയില്ല എന്നതാണ് സത്യം.